പനമരം അമ്മാനിയിൽ കാട്ടാനശല്യം വർദ്ധിക്കാൻ കാരണം ക്രാഷ് കാർഡ് ഡ്രോപ്പ് ഫെൻസിംഗ് നിർമ്മാണം നിലച്ചതിനാലെന്ന് ആരോപണവുമായി കർഷകർ രംഗത്ത്. കൂടൽക്കടവ് ദാസനക്കര പാതിരിയമ്പം ക്രാഷ് കാർഡ് ഡ്രോപ്പ് ഫെൻസിംഗ് നിർമ്മാണം ഒരു ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിച്ചെങ്കിലും ഇപ്പോൾ വീണ്ടും പ്രവൃത്തികൾ നിലച്ചിരിക്കുകയാണ്. ഇതോടെ പ്രദേശത്ത് വന്യമൃഗശല്യവും രൂക്ഷമാണ്. ദാസനക്കര മുതൽ പല ഭാഗങ്ങളിലും ഇരുമ്പ് തൂണുകൾ കോൺക്രീറ്റിൽ ഉറപ്പിക്കുന്ന ജോലി പൂർത്തിയായെങ്കിലും ബാക്കി പ്രവൃത്തികൾ ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. കൃഷിയിടങ്ങളിൽ വന്യജീവികൾ ഇറങ്ങുന്നത് തടയുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ക്രാഷ് കാർഡ് റോപ്പ് വേലി നിർമ്മിക്കുന്നത്. എന്നാൽ ഇതിനായി നിർവാരം അമ്മാനി ഭാഗങ്ങളിൽ പ്രവൃത്തികൾ നടക്കുന്നതിനായി മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് റോഡ് നിർമ്മിക്കുകയും മറ്റു യാതൊരു പ്രവൃത്തികളും നടക്കാതെയായതോടെ വനത്തിൽ നിന്ന് കാട്ടാനകൾക്ക് എളുപ്പത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്നതാണ് വന്യമൃഗശല്യം ഇത്രയേറെ വർദ്ധിക്കാൻ കാരണമായതെന്ന് കർഷകർ പറയുന്നു. ഇപ്പം നിരന്തരമായിട്ട് നമ്മുടെ നാട്ടിലെ വന്യമൃഗശല്യം വളരെ രൂക്ഷമായ രീതിയിൽ തുടരുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ അവിടെ ഫെൻസുകളുണ്ടായിരുന്നു. ക്രാഷ് കാർഡ് ഫെൻസിങ് വലിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അത് ഒരു വ്യക്തിക്ക് കരാർ കൊടുക്കുകയും ആ കരാറുകാരൻ ഇത് മുഴുവൻ നിരത്തി കളഞ്ഞതുകൊണ്ട് ആന നിരന്നിറങ്ങണം. ആനയും പുലിയും മറ്റ് വന്യമൃഗങ്ങൾ ഭയങ്കരമായ നാശനഷ്ടം നമ്മുടെ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രാഷ് കാർഡ് ഫെൻസിംഗുകാരൻ പറയുന്നത് അവന് മെറ്റീരിയൽ കിട്ടുന്നില്ല, അതുകൊണ്ട് പണി താമസിക്കുന്നതാണ് ഇപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് അമ്മാനിയിൽ തന്നെ കൃഷിയിടത്തിലേക്ക് എത്തിയ കാട്ടാനക്കൂട്ടങ്ങൾ തെങ്ങ് മറിച്ചിട്ടതിനെ തുടർന്ന് വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കടിച്ച് കാട്ടാന ചരിഞ്ഞത്. ഈ സംഭവത്തിന് ശേഷവും കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പ്രദേശവാസികളിൽ ഭീതി പടർത്തിയിരിക്കുകയാണ്. 4 ഭാഗവും വനമേഖല ആയതിനാൽ വനാതിർത്തിയിൽ ശാസ്ത്രീയ പ്രതിരോധ സംവിധാനം എത്രയും വേഗം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പനമരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.